നിങ്ങൾ വീഡിയോ കണ്ടോ? അപ്പൊ ക്ലിയർ ആണല്ലോ. അല്ല, അവരുടെ ആവശ്യങ്ങള് നമ്മൾ പറ്റുന്നത്ര അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നുണ്ട്. അതൊന്നും ഇല്ല എന്നല്ല. ആ റീസൺ ആയിരുന്നെങ്കിൽ അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു 4 കാര്യം പറഞ്ഞു തരും. ഒരുപാട് കാര്യമുണ്ടെന്ന് പറയുമ്പോൾ 4 കാര്യം പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഈ ആഴ്ച കൊണ്ട് ചെയ്യാം. അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പോലും അവരുടെ കയ്യിൽ പോയിന്റ്സ് ഇല്ല. ഒരുപാട് കാര്യമുണ്ട് മാം, എല്ലാ ദിവസവും ഇവിടെ വരണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ലേ വേണ്ട. അതിനുള്ള കാര്യങ്ങൾ, മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഒരു കാര്യം ഇവിടെ പറയാം. 2019 തൊട്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ. അതും കൂടെ അറിഞ്ഞിരിക്കുക. അതെല്ലാം സ്ട്രീം ലൈൻ ചെയ്തെടുത്ത് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ വക പ്രതികരണങ്ങൾ വരുന്നത്. ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് അറിവ് മാത്രമല്ല കൊടുക്കാൻ ഒരു സർവകലാശാലയും ഒരു VC എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നല്ല വാല്യൂസ് ഉള്ള, നല്ല എന്താ പറയുക, നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന വ്യക്തികളായിട്ട് വളർത്തിക്കൊണ്ട് വരാനുള്ള ഉത്തരവാദിത്വവും ഒരു VC എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അധ്യാപക എന്നുള്ള നിലയിലോ എനിക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇന്നലെയും ചർച്ച ചെയ്തിട്ടാണ് ഇത് ഉണ്ടായത്. ഇനി ഒരു ഓൾ പാർട്ടി ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അത് ആലോചിച്ച് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു മെസ്സേജ് പോകണം, ഇങ്ങനെയുള്ളതല്ല വിദ്യാഭ്യാസം എന്നുള്ളത്. അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്വൈസ് എടുത്ത് വേണ്ടത് ചെയ്യും. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അതെന്തോ ഇല്ലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അത് അവർ പറയുമ്പോൾ ഞാനത് അംഗീകരിക്കാനേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എതിരായിട്ട് ഒരു കാര്യവും ഒരു ഡിസിഷനും ഇത്രയും നാൾ കൊണ്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എന്നോട് എന്തിനു വേണ്ടിയിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റണമല്ലോ. ഞാൻ അവിടെ വിളിച്ചു വരുത്തിയ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് ഇറങ്ങിപ്പോകാൻ പറ്റണമല്ലോ. എല്ലാവരെയും പൂട്ടിയിട്ട് നമ്മളെ ഇറക്കിപ്പോലും വിടാതെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇതൊക്കെ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അതിനെ കാണുന്നില്ല. അത് ഞാനല്ല ചെയ്യേണ്ടത്. പക്ഷെ അടുത്ത സിൻഡിക്കേറ്റിൽ തീർച്ചയായിട്ടും അതിനുള്ളത് വെക്കും. കാരണം ഇപ്പോൾ 2 സിൻഡിക്കേറ്റേ ആയിട്ടുള്ളൂ, അതിൽ വെക്കേണ്ടതാണ്. ഇന്നലെ ആ വിഷയവും ചർച്ച ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അത് എനിക്ക് ആ ഒരു സിൻഡിക്കേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. മാഡത്തിന് ഇത്ര റെസ്പോൺസിബിലിറ്റി ആണല്ലോ KTUവിന്റെയും ഈ താൽക്കാലിക എല്ലാം കൂടി ഉള്ളൊരു സമയമില്ലായ്മ അതിനെ ബാധിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. ഒരെണ്ണം തന്നെ ചെയ്താൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആകുമായിരിക്കും. പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും ഇല്ല. ചെയ്യിക്കരുത് എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും?